നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും. പുല്ലൂക്കരയിലെ പടിക്കൂലോത്ത് വീട്ടിൽ സി മോഹനനെ ശിക്ഷിച്ചത് 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി CR ഡെന്നി. കാറിൽ കടത്തിക്കൊണ്ടുപോകുന്ന 4.19 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ തലശ്ശേരിയിൽ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെമ്പാട്, പന്നിന്നൂർ, പുന്നോൾ സ്വദേശികൾ. പന്തക്കൽ ഇടയിൽ പീടിക വെള്ളാച്ചേരിക്ക് സമീപം ചൊക്ലി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 63,78,750 രൂപ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കരിയാട്ടെ ജ്വല്ലറി ജീവനക്കാരൻ പിടിയിൽ. തലശ്ശേരി OV റോഡിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നെന്ന കേസിൽ വീണ്ടും പരാതി. 11 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടെന്ന പരാതി ഉന്നയിച്ചത് ചെണ്ടയാട് സ്വദേശിനി PK ഷീജി. വിശദമായ വാർത്തകളിലേക്ക്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി CR ഡെന്നിയാണ് ശിക്ഷ വിധിച്ചത്. പെരിങ്ങത്തൂർ പുല്ലൂക്കരയിലെ പടിക്കുലോത്ത് വീട്ടിൽ സി മോഹനനാണ് കേസിലെ പ്രതി. പ്രതിയുടെ ഭാര്യ PK രതിയെയാണ് ഡിസംബർ 22-ന് വീട്ടിനകത്ത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. രാവിലെ 11 മണിയോടെയാണ് സംഭവം. വീട്ടിൽ നിന്നുമുള്ള നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ വീടിന്റെ മുൻഭാഗവും പിൻഭാഗവും ഉള്ളിൽ നിന്ന് അടച്ചിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ അകത്തു കടന്നത്. രതി കഴുത്തറ്റ നിലയിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. പടിക്കൽ കൂലോത്ത് PK ഷിനോജിന്റെ പരാതി പ്രകാരമാണ് പോലീസ് പ്രഥമ വിവരം രേഖപ്പെടുത്തിയത്. ദമ്പതികൾക്ക് ധനിൽ, ധനുഷ എന്നീ 2 മക്കളുണ്ട്. M അഭിഷേക്, അനിഷ പ്രകാശൻ, സയന്റിഫിക് K ശ്രീജ, ഫോറൻസിക് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള, ഡോക്ടർ സ്മിത, പോലീസ് ഓഫീസർമാരായ ചൊക്ലി CI C ഷാജു, സൂരജ് ഭാസ്കരൻ, M മനോജ്, ഷംസീർ, മനീഷ്, സരൂപ്, KV സീന, NC യതീഷ്, പാനൂർ നഗരസഭാ സെക്രട്ടറിയായിരുന്ന K രാജൻ, വില്ലേജ് ഓഫീസർമാരായ രജനി, ഉമ്മർ തൊണ്ടിയിൽ തുടങ്ങിയവരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് K അജിത് കുമാർ ഹാജരായി. കാറിൽ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 4.19 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ തലശ്ശേരി പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ വലയിലായത്. ചെമ്പാട്, പന്നിന്നൂർ, പുന്നോൾ സ്വദേശികളാണ് പിടിയിലായത്. കാറിൽ കടത്തുകയായിരുന്ന 4.19 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്പാട് പുതുക്കുടി മനയത്ത് വയലിൽ അൽജൈൻ ഹൗസിൽ മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിന്നൂർ ആണ്ടിപ്പീടികയിലെ വലിയ പറമ്പത്ത് മുഹമ്മദ് റഫ്നാസ്, പുന്നോൾ താഴെവയലിലെ മുസ്താന മറിയമ്പയത്തിൽ VP മുസ്താഫിർ എന്നിവരെയാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തലശ്ശേരി കണ്ണൂർ ഡാൻസ് സ്റ്റാഫ് ടീമും തലശ്ശേരി പോലീസും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കൊളശ്ശേരി അണ്ടർപാസിന് സമീപത്ത് ഇവരെ പോലീസ് പിടികൂടിയത്. അമിത വേഗതയിലെത്തിയ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. ലഹരിമരുന്നും കടത്തിനുപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പന്തക്കൽ ഇടയിൽ പീടിക വെള്ളാച്ചേരിക്ക് സമീപം ചൊക്ലി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 63,78,750 രൂപ പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ തുകയുടെ കുഴൽപ്പണം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കരിയാട്ടെ ജ്വല്ലറി ജീവനക്കാരനെ പിടികൂടി. പന്തക്കൽ ഇടയിൽ പീടിക വെള്ളാച്ചേരിക്ക് സമീപം ചൊക്ലി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 63,78,750 രൂപ പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ തുകയുടെ കുഴൽപ്പണം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കരിയാട്ടെ ജ്വല്ലറി ജീവനക്കാരനെ പിടികൂടി. KL 58J 4200 നമ്പർ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന പണവുമായി കരിയാട്ടെ പ്രിയങ്ക സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിലെ പ്രിയങ്ക ചവാൻ ദത്താത്രേയ സുബ്ബറാവു എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്കൂട്ടറിന്റെ ഡിക്കിയിൽ ബാഗിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു പണം. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വ്യക്തമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. രഹസ്യവിവരത്തെ തുടർന്ന് ഇടയിൽ പീടിക വെള്ളാച്ചേരി ഭാഗത്ത് പോലീസ് പ്രത്യേക പരിശോധന ശക്തമാക്കിയിരുന്നു. സംശയാസ്പദമായി എത്തിയ സ്കൂട്ടർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ വൻ തുക കണ്ടെത്തിയത്. തുടർന്ന് പണവും സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം, ലക്ഷ്യസ്ഥാനം, ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ആവശ്യമായ രേഖകളില്ലാതെ ഇത്രയും വലിയ തുക കടത്തിയതിന്റെ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും സ്വഭാവവും പരിശോധിച്ചു വരികയാണ്. ചുക്ലി ഇൻസ്പെക്ടർ വി ബിജുവിന്റെ നേതൃത്വത്തിൽ SI R രാഗേഷ്, SCPOമാരായ അനീഷ്, രജിൽ, സബീഷ്, CPOമാരായ റിജ്വാൻ, രൂപേഷ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തി പണവും പ്രതിയെയും പിടികൂടിയത്. സംഭവത്തിൽ നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. വിവരമറിഞ്ഞ് തലശ്ശേരി SP ഡോക്ടർ നന്ദഗോപനും സ്ഥലത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകി. തലശ്ശേരി OV റോഡിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നെന്ന കേസിൽ വീണ്ടും പരാതി. ചെണ്ടയാട് സ്വദേശിനി PK ഷീജി നൽകിയ പരാതിയിലാണ് തലശ്ശേരി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതോടെ തട്ടിപ്പിൽ പോലീസിന് ലഭിച്ച പരാതി 5ആയി. പരാതി പ്രകാരം 2026 ഏപ്രിൽ 20 മുതൽ 22 വരെ വിവിധ ഘട്ടങ്ങളിലായി അമിത പലിശ വാഗ്ദാനം ചെയ്ത് 11,10,000 രൂപ നിക്ഷേപമായി സ്വീകരിച്ചു. എന്നാൽ നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും പരാതിക്കാരിക്ക് പണമോ വാഗ്ദാനം ചെയ്ത പലിശയോ തിരികെ നൽകിയില്ലെന്നാണ് ആരോപണം. തുടർന്ന് സ്ഥാപനം പ്രവർത്തനം അവസാനിപ്പിക്കുകയും ബന്ധപ്പെട്ടവർ ഒളിവിൽ പോവുകയുമായിരുന്നു. ഈ പരാതിയോടുകൂടി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 5ആയി. സംഘത്തിന്റെ സെക്രട്ടറി ജോജിഷിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ സെക്രട്ടറി ജോജിഷ് സംഭവം പുറത്തുവന്നതിന് പിന്നാലെ ഒളിവിൽ പോയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരായ പ്രതി നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. അതേസമയം നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവരും അവരുടെ കുടുംബാംഗങ്ങളും കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ വ്യാപാര ഭവന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. തട്ടിപ്പിനിരയായവരുടെ മുഴുവൻ നിക്ഷേപവും തിരിച്ചു നൽകുക, കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തി മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേസിൽ കൂടുതൽ പരാതികൾ ലഭിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്താനും പുതിയ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെ കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട്. റാമിനെ 27-ന് ഹാജരാക്കാനാണ് SC/ST പ്രത്യേക കോടതി ഉത്തരവിട്ടത്. ഓഗസ്റ്റ് 6 വരെയാണ് റാമിനെ കോടതി റിമാൻഡ് ചെയ്തത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഡോക്ടർ MK റാമിനെ 27-ന് ഹാജരാക്കാൻ SC/ST പ്രത്യേക കോടതി ജഡ്ജ് M മനോജ് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. കോടതിയിൽ ഹാജരാക്കിയാൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. ഓഗസ്റ്റ് 6 വരെയാണ് റാമിനെ കോടതി റിമാൻഡ് ചെയ്തത്. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടിയുള്ള അന്വേഷണ സംഘത്തിന്റെ ഹർജിയിലാണ് കോടതി റാമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച കർണാടകയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത റാമിനെ അറസ്റ്റ് സംബന്ധിച്ച സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിട്ടയച്ചിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടി അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചതും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതും. ലോട്ടറി ടിക്കറ്റുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വേണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CATU. സംസ്ഥാനത്ത് ആദ്യമായി ലോട്ടറി ഓഫീസിൽ നിന്ന് സമ്മാനാർഹമായ ടിക്കറ്റുകൾ അടക്കം മോഷണം പോയ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് MV ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ കമ്മീഷൻ വെട്ടിക്കുറിച്ച നടപടി പിൻവലിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CATU പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി സംഘടന ജില്ലാ ലോട്ടറി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും MV ജയരാജൻ പറഞ്ഞു. 1 കോടി റുപ്യയുടെ ടിക്കറ്റ്, സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയാൽ ടാക്സ് കഴിച്ച് 70 ലക്ഷത്തോളം രൂപയാണ് കിട്ടുക. ഇങ്ങനെയുള്ള ചിലർ ലോട്ടറി ടിക്കറ്റിന് സമ്മാനം നേടിയ വ്യക്തികളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് അവർക്ക് ലോട്ടറി ഓഫീസിൽ സമർപ്പിച്ചാൽ
നികുതി 30 ലക്ഷത്തോളം അടക്കേണ്ടി വരുമെന്നതിനാൽ ചിലർ ഇങ്ങനെയുള്ള ധനാഢ്യന്മാരായ ആൾക്ക് കൊടുത്തിട്ട് അവർ ഈ ടിക്കറ്റ് ഉപയോഗിക്കുന്നത് കള്ളപ്പണം വെള്ളപ്പണമാക്കാനാണ്. നേരത്തെ ഇതേ ഷാജു ലോട്ടറി ടിക്കറ്റ് സമ്മാനാർഹമായത് ലോട്ടറി ഓഫീസിൽ ഹാജരാക്കിയിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കേന്ദ്ര ധനമന്ത്രിയുമായി എം പിമാരുടെ സഹായത്തോടു കൂടി നിവേദനം നൽകി ഈ പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ GST കുറച്ചില്ല. അതുകൊണ്ട് GST കുറക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും GST കുറക്കാൻ ആവശ്യമായ സമ്മർദ്ദം കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ ഒരാൾ തന്നെ ആയതുകൊണ്ട് അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആഗസ്റ്റ് 5, 6 തീയതികളിൽ ലോട്ടറി ഏജന്റന്മാരും തൊഴിലാളികളും കേരളത്തിലെ 14 ജില്ലകളിലും ലോട്ടറി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂരോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ.
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. മറ്റു വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐയുടെ ആശുപത്രി പൊതിച്ചോർ വിതരണത്തിൽ ഐക്യധാരണയുമായി തലശ്ശേരിയിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വനിതാ കമ്മിറ്റി. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പമാണ് അഭിഭാഷകരും പൊതിച്ചോർ വിതരണം ചെയ്തത്. ജൂലൈ 26-ന് കൂത്തുപറമ്പിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊതിച്ചോർ വിതരണ പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ വർഷങ്ങളായി ആശുപത്രികളിൽ നടത്തിവരുന്ന പൊതിച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശപ്പിനെതിരായ സാമൂഹിക ഇടപെടലുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലോയേഴ്സ് യൂണിയൻ വനിതാ കമ്മിറ്റി പൊതിച്ചോർ വിതരണത്തിൽ പങ്കാളികളായത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞ വിശപ്പാണ്. അന്നത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന സർക്കാർ ഹോസ്പിറ്റലുകളിൽ അന്നം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹപൂർവം പൊതിച്ചോറ് എന്ന പദ്ധതി. അതിൻ്റെ ഭാഗമായി തലശ്ശേരിയിലെ, കണ്ണൂർ ജില്ലയിലെ വനിതാ അഭിഭാഷകരും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ജില്ലാ സബ് കമ്മിറ്റി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലുകളിലും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്നും, ഓരോ അഭിഭാഷകരുടെയും വീട്ടിൽ നിന്നും ഭക്ഷണമുണ്ട്, അവരുടെ അടുക്കളയിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഇവിടെ ഇരിക്കുന്ന അന്നം ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോരുത്തർക്കും നൽകുകയും ചെയ്യുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. തലശ്ശേരി താലൂക്ക് ആശുപത്രി പരിസരത്ത് ഡിവൈഎഫ്ഐ ശിവപുരം മേഖലാ കമ്മിറ്റിയോടൊപ്പമാണ് പൊതിച്ചോർ വിതരണം നടത്തിയത്. ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററും ബാർ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് പൊതിച്ചോർ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് TK ഷൈമ, തലശ്ശേരി യൂണിറ്റ് വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് K ബിന്ദു, യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രബാബു, അഡ്വക്കേറ്റ് U അഷിത, അഡ്വക്കേറ്റ് പ്രിയങ്ക, അഡ്വക്കേറ്റ് PP പ്രണിൽ, അഡ്വക്കേറ്റ് അനീജ അരുൺ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ശിവപുരം മേഖലാ സെക്രട്ടറി മിഥുൻ, K ഗോപി എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐയുടെ ശിവപുരം മേഖലാ കമ്മിറ്റിയാണ് ഇന്ന് തലശ്ശേരി ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ആ മേഖലാ കമ്മിറ്റിയോട് ചേർന്നുകൊണ്ട് നമ്മളുടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം കൂടി ചേർത്ത് ഇന്ന് ആശുപത്രിയിലെ രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും കൊടുത്തിരിക്കുകയാണ്. ഇത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പരിപാടിയാണ്. കഴിഞ്ഞ 6-7 വർഷക്കാലമായി ഈ യുവജന സംഘടന നമ്മുടെ നാട്ടിലെ എല്ലാ ആശുപത്രികൾക്കകത്തും, ഗവൺമെൻറ് ആശുപത്രികൾക്കകത്തും ഇതേപോലെയുള്ള രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഈ ഭക്ഷണ വിതരണത്തിനെതിരായിട്ട് ചില ആളുകൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നത് വളരെ സംശയാസ്പദമായിട്ടുള്ള കാപട്യം നിറഞ്ഞ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഇതിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇതുപോലുള്ള ഒരു പരിപാടി ഡിവൈഎഫ്ഐയോട് ഇഴചേർന്ന് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. വിശപ്പിനെതിരായ സാമൂഹിക ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ വിതരണം ചെയ്തത്. തലശ്ശേരി റെയിൽവേ പാർസൽ സർവീസ് നിർത്തലാക്കാനുള്ള റെയിൽവേ തീരുമാനം സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണെന്ന് KPCC ട്രഷറർ VA നാരായണൻ. തലശ്ശേരി റെയിൽവേ പാർസൽ സർവീസ് നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തീരുമാനം റദ്ദാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് വി എ നാരായണൻ പറഞ്ഞു. കൊടക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ, ആ സാധനങ്ങൾ ഇറക്കുന്നതും കയറ്റിക്കൊണ്ടുപോകുന്നതും ഒക്കെ തന്നെ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാർസൽ സർവീസ് മുഖാന്തരമാണ്. കാലത്ത് മത്സ്യം കൊടകിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ തന്നെ കൊടക് മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്, വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ തന്നെ ഇവിടെ ഇറക്കുന്ന പാർസൽ സർവീസ് മുഖാന്തരം ഇറക്കുന്ന സാധനങ്ങളാണ് കൊടകിനെയും വയനാടിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനെ പാർസൽ സർവീസ് നിർത്തുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തെ തടയുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്ന നയത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പണ്ട് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നവരത്നങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട 9 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം, ലോക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സ്ഥാനമുള്ള റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ. അതായത് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ റെയിൽ പാളമുള്ള ഒരു രാജ്യം ലോകത്ത് ഇന്ത്യയാണ്. ആ ലോക രാജ്യങ്ങൾക്ക് മാതൃകയായ ഇന്ത്യ, ആ ഇന്ത്യൻ റെയിൽവേ ഇന്ന് സ്വകാര്യ കുത്തകൾക്ക് കീഴെഴുതി കൊടുക്കാനുള്ള തീവ്രമായ ശ്രമം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KP സാജു, K സുരേശൻ, K ശശിധരൻ, A ഷർമിള, PV രാധാകൃഷ്ണൻ, ജതീന്ദ്രൻ കുന്നൂത്ത് എന്നിവർ സംസാരിച്ചു. O ഹരിദാസ്, KP രാഖിണി, ഉച്ചുമൽ ശശി, PO റാഫി ഹാജി, K ലതിക, M നസീർ, U സിയാദ്, PN പങ്കജാക്ഷൻ, KP മനോജ് കുമാർ, PK സോന, MP സുധീർ ബാബു, N ഹരീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി മാക്കൂട്ടം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം പണിയാനായി സമീപത്തെ സ്ഥലവും വാടക വീടും വിട്ട് ഒഴിഞ്ഞുപോകാൻ വികലാംഗന് നിർദ്ദേശം. ഉടൻ ഒഴിഞ്ഞുപോകണമെന്ന് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ തഹസിൽദാറും സംഘവും ആവശ്യപ്പെട്ടതായി 54-കാരനായ കബീർദാസ് വേദനയോടെ പറഞ്ഞു. കബീർദാസ് താമസിക്കുന്ന പഴയ വീടിന്റെ മുറ്റത്ത് മേൽപ്പാലത്തിന്റെ പില്ലറിന്റെ പണിയും തുടങ്ങിക്കഴിഞ്ഞു. അത് ഇപ്പം റെയിൽവേ മേൽപ്പാലത്തിന് പോവുകയാണ്. ആയതിനാൽ ദാസന്താറും മറ്റവരും വന്നിട്ട് എന്നോട് ഒഴിഞ്ഞു പോകണമെന്നും അല്ലാത്ത പക്ഷം നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ദാസന്താർ വന്നിട്ട് ഈ വീട് ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ നിങ്ങളെ പേരിൽ നടപടി എടുക്കുമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ ഭീഷണി കൊണ്ട് ഞാൻ 80% വേദനയായ എനിക്ക് എവിടെയും പോകാൻ സാധ്യമല്ല. ആ വീട്ടിൻ്റെ പിറകുവശത്തിന് സ്ഥലമുണ്ട്, അവിടെ എനിക്കൊരു ഇടം നൽകണമെന്നാണ് എൻ്റെ ആവശ്യം. ഈ ആവശ്യം അവർ അംഗീകരിക്കുന്നില്ല. ഞാൻ അതിന് മുന്നേ റെയിൽവേ മന്ത്രിക്കും മറ്റുള്ള പ്രധാനമന്ത്രിമാർക്കും കൊടുത്തിരുന്നു. അതിന് യാതൊരു മറുപടി ഇതുവരെ ലഭിച്ചില്ല. അപ്പോൾ ഇതിന് സർക്കാർ തന്നെ ഒരു മുൻകൈ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കും. എനിക്ക് വേണ്ട ഒരു ഇടം നൽകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ജീവിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന താൻ ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകാനാണെന്ന് കബീർദാസ് ചോദിക്കുന്നു. ഒഴിഞ്ഞു പോകില്ലെന്ന് പറയുന്നില്ല. ഒഴിയണമെങ്കിൽ പകരം സൗകര്യം ഒരുക്കി നൽകണം. ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സങ്കട ഹർജി നൽകിയെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ലെന്ന് കബീർദാസ് പറയുന്നു. കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഈ വാടക വീട്ടിൽ അമ്മയും അമ്മയുടെ സഹോദരിക്കും കൂടെയായിരുന്നു താമസം. ഇരുവരും മരിച്ചതോടെ തനിച്ചായി. പരസഹായമില്ലാതെ പുറത്തു പോകാനാകില്ല. വികലാംഗ പെൻഷനാണ് ഏക ജീവിതോപാധി. സുഹൃത്തായ ഷൗഹുൽ ഹമീദാണ് എല്ലാറ്റിനും സഹായിക്കുന്നത്. കൂടപ്പിറപ്പുകളായി ഒരു സഹോദരനും സഹോദരിയുമുണ്ട്. അവർ പുന്നൂരിലെ പുറമ്പോക്കിൽ കുടിൽ കെട്ടി താമസിക്കുകയാണ്. സഹോദരിയും ഭിന്നശേഷിക്കാരിയാണ്. ഇവരും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണെന്ന് നിസ്സഹായതയിൽ കബീർദാസ് പറയുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware.
has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹായനം 2026 സംഘടിപ്പിക്കുന്നു. ജൂലൈ 27 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂളിന്റെ പ്രഥമ മാനേജർ KK മുഹമ്മദ് അനുസ്മരണവും നടക്കുമെന്ന് സ്കൂൾ അധികാരികൾ വിദ്യാലയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഔദ്യോഗിക പദവികളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ NA മുഹമ്മദ് റഫീഖ് ഉൾപ്പെടെ 7 പേർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും തിങ്കളാഴ്ച നടക്കും. സ്കൂളിന്റെ പ്രഥമ മാനേജറും വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന KK മുഹമ്മദിന്റെ അനുസ്മരണ പ്രഭാഷണം ചന്ദ്രിക മുൻ പത്രാധിപർ CP സൈതലവി നടത്തും. SSLC +2 ഉന്നത വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ചടങ്ങിൽ നടത്തും. ഷാഫി പറമ്പിൽ MP, PK പ്രവീൺ MLA, പാറക്കൽ അബ്ദുള്ള MLA, നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ, മെറിൻ ജോസഫ് IPS എന്നിവരും പങ്കെടുക്കും. ഏകദേശം +2 ഫുൾ A+ നേടിയിട്ടുള്ളത് 51 കുട്ടികൾ ഫുൾ A+. ഇതുവരെ ഇല്ലാത്ത ഒരു റിസൾട്ടാണ് നമുക്ക് +2 ഫുൾ A+ നേടി. അപ്പോൾ അത്രയും കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ കൂടെ നടത്തുന്നത്. രാവിലെ തുടങ്ങും, വൈകുന്നേരം വരെ ഇത് തുടർന്ന് പോകുന്ന ഒരു പരിപാടിയാണ്. രാവിലെ കൊണ്ട് തീരൂല, രാവിലെ തീരും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുടർന്ന് ഓരോ എൻ്റർടൈൻ പരിപാടിയൊക്കെയുള്ള രീതിയിലാണ്. പിന്നെയുള്ളത് കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MECF ജനറൽ സെക്രട്ടറി ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, V നാസർ മാസ്റ്റർ, പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ്, പ്രധാനാധ്യാപകൻ VK അബ്ദുൽ നാസർ, PTA പ്രസിഡന്റ് NP മുനീർ, KT ജാഫർ, MP അബ്ദുൽ കരീം, റഫീഖ് കാരക്കണ്ടി, ഖാലിദ് പിലാവുള്ളതിൽ, A അബ്ദുൽ ജലീൽ, PP ബഷീർ എന്നിവർ പങ്കെടുത്തു. ധർമ്മടം ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ ചുമതലയേറ്റു. VM സരസ്വതി പ്രസിഡന്റായും PV സുധീഷിനെ സെക്രട്ടറിയായും A നിഷാന്തിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ക്ലബിന്റെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം മീഡിയ മലബാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KP ഷീജിത്തിന് ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ PS സുരേജൻ സമ്മാനിച്ചു. NTTFന് കീഴിലുള്ള പാലയാട് അസാപ്പ് ഓഡിറ്റോറിയത്തിലാണ്
സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി VM സരസ്വതിയും സെക്രട്ടറിയായി PV സുധീഷും ട്രഷററായി A നിഷാന്തും ചുമതലയേറ്റു. ധർമ്മടം ലയൺസ് ക്ലബിന്റെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം മീഡിയ മലബാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KP ഷീജിത്തിന് ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ PS സുരേജ് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. Further, we have to expand our services into the various areas and various segments. Strengthen your roots. അതിമനോഹരമായ സ്ലോഗനിൽ കൂട്ടിയിട്ടാണ് അദ്ദേഹം നമ്മളെ ഹോങ്കോങ് കൺവെൻഷൻ അഭിസംബോധന ചെയ്തത്. അത് നമ്മളെല്ലാ മെമ്പേഴ്സും നമ്മൾ ചെയ്യുന്ന സർവീസ് പ്രൊജക്റ്റുകൾ വിസിബിൾ ആയിട്ട് സർവീസ് പ്രൊജക്റ്റുകളായിരിക്കണം, അതേപോലെ വാല്യൂ ഓറിയന്റഡ് ആയിട്ട് സർവീസ് പ്രൊജക്റ്റ് ആയിരിക്കണം. നമ്മളെല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നത് വോളണ്ടറി ആയിട്ട് വന്ന ആളുകളാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങളെ സേവിക്കാൻ വന്ന ആളുകളാണ്. അത് നമ്മൾ കാണിക്കണം. ആ ഉത്തരവ് നമ്മൾ ഏറ്റെടുക്കണം. അത് ഭംഗിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ധർമ്മടം ഏരിയയിലെ ലാൻഡ്സ്കേപ്പ് ഓഫ് ധർമ്മടത്തിൻ്റെ സേവനം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സേവനം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. എങ്കിലേ ധർമ്മടം ഇവിടെയുള്ള ജനങ്ങൾ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങളത് മനസ്സിലാക്കണം എല്ലാവരും. ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്ക് ഈ മീറ്റിങ്ങിൻ്റെ എല്ലാം കാരണം ഒരു പ്രസിഡന്റാണ് ആദ്യം സംസാരിക്കേണ്ടത്. ടൈറ്റസ് തോമസ്, KPT ജലീൽ, C മിഥുൻ, സുദേശ് കർഷണായ് എന്നിവർ സംസാരിച്ചു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് VK മനോജ്, സെക്രട്ടറി CM ഷീജ, ട്രഷറർ PJ കുര്യൻ എന്നിവർ പുതിയ ഭാരവാഹികൾക്ക് ചുമതല കൈമാറി. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിജ്ഞയോടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. ഡിസ്ട്രിക്ട് സെക്രട്ടറി KPT ജലീൽ, റീജിയൻ ചെയർപേഴ്സൺ C മിഥുൻ, സോൺ ചെയർപേഴ്സൺ സുദേശ് കർഷണായ്, മേജർ P ഗോവിന്ദൻ, GM ദിലീപ് കുമാർ, PP സുദേശ് എന്നിവർ സംസാരിച്ചു. ചെമ്പാട് താര ജംഗ്ഷൻ നൂറുൽ ഇസ്ലാം സഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഖുർആൻ ഹിഫ്ള് കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അനുസ്മരണവും നടത്തി. ചെമ്പാട് മഹല്ല് ഖാസി സ്വാദിഖ് ഫൈസി ഇർഫാനി ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചെമ്പാട് താര ജംഗ്ഷൻ നൂറുൽ ഇസ്ലാം സഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഖുർആൻ ഹിഫ്ള് കോഴ്സ് പൂർത്തീകരിച്ച ഹാഫിള് ത്വാഹ മുഹമ്മദ് യാസീനും ഹാഫിള് മുഹമ്മദ് ഫൈസാൻ എന്നീ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അനുസ്മരണവും നടത്തി. ചെമ്പാട് മഹല്ല് ഖാസി സ്വാദിഖ് ഫൈസി ഇർഫാനി ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. സംസാരിക്കാനും ഒരു സൗമ്യമായ രീതിയിൽ പോലെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതായ ഒരു ശൈലിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറിയായിട്ട് സേവനം ചെയ്തിരുന്ന ആലിക്കുട്ടി ഉസ്താദിന്റെ സ്വഭാവം. അപ്പൊ അത്രയും വലിയൊരു വിനയത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഒരുപാട് കാലം ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തസ്തികയിൽ സേവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പറ്റി പറയപ്പെടുന്നത് 17ാമത്തെ വയസ്സിൽ തന്റെ പിതാവിന്റെ പള്ളിയിൽ അദ്ദേഹത്തിലേക്ക് ഖുത്ബ ഓതാനും 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കാദിയാവാനുള്ളതായ സൗഭാഗ്യം കിട്ടി. മരിക്കുന്നതുവരെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെ മഹലിൽ കാദിയ, പിതാവ് വെച്ച് സേവനം ചെയ്ത പള്ളിയിൽ കാദിയ. ഇത് വലിയൊരു മഹാഭാഗ്യമാണ്. ഏറ്റവും ചെറുപ്രായത്തിൽ അദ്ദേഹത്തിനൊരു നാടിന്റെ കാദിസ്ഥാൻ ലഭിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് ആയിരക്കണക്കിന് ശിക്ഷണങ്ങളുള്ളതായ മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയായ ആലിക്കുട്ടി ഉസ്താദിന്റെ കപടമുണ്ടാവത്ത സ്വർണ്ണപുത്രഭ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ സ്ഥലത്ത് ദുആ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയപ്പെട്ടതായ ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ് പറഞ്ഞു, ഒരു ചടങ്ങ് പ്രത്യേകമായിട്ട് ഹിഫ്ള് പഠിച്ച് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ളതായ ഒരു ഉപഹാരം. അല്ലാഹു റസൂൽ പറയുന്നത് എന്താണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. തഅല്ലമൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. മഹല്ല് വൈസ് പ്രസിഡന്റ് E അഷ്റഫ് സ്വാഗതം പറഞ്ഞു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് അഷ്റഫ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി PP റഫ്നാസ്, ചെമ്പാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ട്രഷറർ E കുഞ്ഞുമൂസ,
അഹമ്മദ് മുസ്ലിയാർ, ഗഫൂർ മുസ്ലിയാർ, CM റൈസൽ എന്നിവർ സംസാരിച്ചു. ആഷിഖ് പുഴക്കോൽ നന്ദി പറഞ്ഞു. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا. തലശ്ശേരി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷം സംഘടിപ്പിക്കും. ഓണാഘോഷ പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം തലശ്ശേരി നഗരസഭാംഗം ആശ നിർവഹിച്ചു. ഓണക്കോടിയും ചികിത്സാ സഹായ വിതരണവും ഓണസദ്യയും നൽകിക്കൊണ്ട് സ്നേഹസൗഹാർദ്ദ തിരുവോണം ആഗസ്റ്റ് 23 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ടെലി ഷോപ്പിംഗ് സെൻറ്ററിലെ റീജിയണൽ ഓഫീസ് പരിസരത്ത് വെച്ച് നടക്കും. കണ്ണൂർ കേന്ദ്രീകരിച്ച് ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ 24 നടത്തും. ഓണാഘോഷ പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം തലശ്ശേരി നഗരസഭാ കൗൺസിലർ ആശ നിർവഹിച്ചു. ആശ്രയ ചെയർമാൻ PK സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആശ്രയ ഫൗണ്ടർ വിമൽ T വിൽസൺ സ്വാഗതം പറഞ്ഞു. BKM ഹോട്ടൽ മാനേജർ ഷൺമുഖൻ കോടിയേരി സംസാരിച്ചു. ആശ്രയയുടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ ആശ്രയ മാനേജർ സുധീർ പിണറായി നന്ദി പറഞ്ഞു. അതുപോലെ ചികിത്സാ സഹായങ്ങൾ അതൊക്കെ അതേ രീതിയിൽ കൊടുക്കുന്നതാണ്. ഇത്തരം പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഒരു കിറ്റ് കൊടുക്കാനോ മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ചേർത്ത് പിടിക്കുക, നമ്മളോടൊപ്പം തന്നെ കൂടെ നിൽപ്പിക്കുക, അവർക്കും ഈ ആഘോഷങ്ങളിൽ പങ്കാളിയാണ് ഉദ്ദേശം നമ്മൾ നടത്താറ്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് ഗവൺമെന്റുമാർ കിറ്റുകളോട് നമ്മൾ നേരെ അവർക്കുള്ള ഭക്ഷണം, അതുപോലെ തന്നെ പുതുവസ്ത്രങ്ങൾ, പിന്നെ അർഹതപ്പെട്ട ആൾക്കാർ, നേരത്തെ അപ്ലിക്കേഷൻ വന്ന ആൾക്കാരിലൂടെ അവർക്കുള്ള ചികിത്സാ സഹായം ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ തീരുമാനിച്ചത്. അതോടൊപ്പം ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ആശ്രയ കെയർ, നമ്മൾ ആശ്രയ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ ആശ്രയ കെയർ ഹെവൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിപ്പറമ്പ് പോയിട്ട് നമ്മൾ ട്രസ്റ്റിന്റെ കീഴിൽ 19 സ്ഥലവും ഒരു ഭൂമിയും കെട്ടിടവും. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും. പുല്ലൂക്കരയിലെ പടിക്കൂലോത്ത് വീട്ടിൽ C മോഹനനെ ശിക്ഷിച്ചത് 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് CR ഡെന്നി. കാറിൽ കടത്തിക്കൊണ്ടുപോകുന്ന 4.19 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ തലശ്ശേരിയിൽ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെമ്പാട് പന്നിന്നൂർ പുന്നോൾ സ്വദേശികൾ. പന്തക്കൽ ഇടയിൽ പീടിക വെള്ളാച്ചേരിക്ക് സമീപം ചൊക്ലി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 63,78,750 രൂപ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കരിയാട്ടെ ജ്വല്ലറി ജീവനക്കാരൻ പിടിയിൽ. തലശ്ശേരി OV റോഡിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നെന്ന കേസിൽ വീണ്ടും പരാതി. 11 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടെന്ന പരാതി ഉന്നയിച്ചത് ചെണ്ടയാട് സ്വദേശിനി PK ഷീജി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.